വിളിക്കണ്ട വിളിക്കണ്ട, ഞാൻ കണ്ടു. എന്താച്ചാ കഴിച്ചോളൂ. നല്ലപ്പോഴത്തെ 3-4 പൂച്ച ഇല്ലത്തുള്ളതാ. കഴിച്ചോളൂ കഴിച്ചോളൂ. ആ നമസ്കാരം, ഇവിടെ അല്ലേ? ആ ഇരിക്കും, ഇവിടെ ഇരിക്കാം. ഇവിടെ അയാൾ വന്നിട്ട് അകത്തേരിക്കാം. എന്തൊക്കെയാ വർത്താനം? നല്ല വിശേഷം, സുഖം. സുഹിത്ത് എവിടെ? ഏട്ടനെ എന്തോ ഒരു കാര്യമായിട്ട് എഴുത്തിലാണ്ടിരിക്ക. ഓ സർഗക്രിയ. നടക്കട്ടെ നടക്കട്ടെ. സുഹിത്തേട്ടാ, അതെ വേഗം വരൂ, ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. സുഹിത്തേട്ടാ, ബാക്കി ഞാൻ എഴുതിക്കോളാം, വേഗം വരൂ. നമസ്കാരം. ഒരാള് വന്നിരുന്നിട്ട് ഈ ചീർപ്പം വെച്ച് കുത്തിരിക്കുക. പോയി ചായ ഉണ്ടാക്കി. ഒരു ഉത്തരവാദിത്തമില്ല. ഇതാണ് ഞാൻ വേണ്ട കേട്ടോ, മധുരം ഉണ്ടായിക്കോട്ടെ. അതെ, ഞാനൊരു സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എഴുതി ഇങ്ങനെ വന്നപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ അങ്ങോട്ട് ബ്ലോക്കായി, റൈറ്റേഴ്സ് ബ്ലോക്കേ. ഓ, എഴുത്തുകാരന്റെ പ്രസവ വേദന അത് അനുഭവിച്ചു വരികയല്ലേ? ഇല്ല, പ്രസവിച്ചിട്ടില്ല. പ്രസവിപ്പിക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു. 3 ആളല്ലോ. അതിങ്ങനെ ബ്ലോക്കായി കിടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രഷറിൽ ഞാൻ ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നില്ല. അതാകുമ്പോൾ താൻ വന്ന് ശബ്ദം ഒന്ന് കേൾക്കാണ്ടിരുന്നേ. അപ്പോ എഴുത്തൊന്നും നടന്നില്ല അല്ലേ? എങ്ങനെ? അല്ലെങ്കിലും വെറുതെ അടുക്കളപ്പണിയും പാത്രം മോറലും ഈ അടിച്ചുകാരലൊക്കെ കഴിഞ്ഞത് ആണ്. എപ്പോ എഴുതാനാണോ? അതെ, തന്റെ തലയിലെഴുതി തന്നെ പോക്കാം. ബ്രഹ്മാവിന്റെ പെന്നിൽ മഷി തീർന്നപ്പോ അവളും തന്റെ തലയിൽ എഴുതിയില്ലാതാ. പിന്നെ താൻ എഴുതിയിട്ട് എവിടെയാ സ്ക്രിപ്റ്റ് നേരെയാവുക? പിന്നെ ഈ അടിച്ചുകാരലും പാത്രം മോറലും ഭർത്താക്കന്മാര് ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഇതൊക്കെ ലോകത്തിൽ നടക്കുന്ന സംഭവമാണ്. കാളിദാസന്റെ ഒരു ശ്ലോകണ്ടേ, രമ്യാനി വീക്ഷ്യ മധുരം നിശമ്യ ശബ്ദാൻ പരിയുത്സുഖി ഭവതിയൽ സുഖിനോ വിജന്തു തച്ചേതി സാസ്മരതി നൂനം അബോധപൂർവം ഭാവസ്ഥിരാനി ജനനാന്തര സൗഹൃദാനി. ജനനാന്തരങ്ങളുടെ സൗഹൃദം കൊണ്ട് ഈ ജന്മത്തിലും തന്റെ ഭാവവും സ്വഭാവവും ഒക്കെ സ്ഥിരമായി ഭവിക്കുന്നു. അതിൽ നിന്ന് മാറ്റം ഉണ്ടാവുന്നില്ല. അതാണ് അതിന്റെ അർത്ഥം. കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ഹോട്ടലിൽ പ്ലേറ്റ് മറന്നവനായിരിക്കണം. ഹോട്ടലിൽ പാത്രം കഴുകലോ? ഞാനോ?